Hello everyone, welcome to Mahima's cooking class. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഷെയർ ചെയ്തത് നമുക്ക് ഒരു സ്റ്റാർട്ടറായിട്ടോ അല്ലെങ്കിൽ സ്നാക്കായിട്ടൊക്കെ സെർവ് ചെയ്യാൻ പറ്റിയ ഒരു ഡ്രാഗൺ ചിക്കൻ ബോൾസിൻ്റെ റെസിപ്പിയാണ്. കണ്ടു നോക്കാം. ഇപ്പോൾ ഡ്രാഗൺ ചിക്കൻ ബോൾസ് ഉണ്ടാക്കുന്നത് പേര് പോലെ തന്നെ അറിയാം, നമുക്ക് ബോൾസ് ആക്കിയിട്ടാണ് ഉണ്ടാക്കുന്നത്. അതിന് വേണ്ടിയിട്ട് ഈ ഒരു ബൗളിലേക്ക് നമുക്ക് ചിക്കനും കുറച്ച് ഇൻഗ്രീഡിയൻസ് മിക്സ് ചെയ്തെടുക്കാം. ഇവിടെ എടുത്തേക്കുന്നത് 250 ഗ്രാം ചിക്കനാണ്. മിൻസ് ചിക്കനാണ്. അത് മിക്സിയിലിട്ടൊന്നെങ്കിൽ ചെറിയ ജാറിലിട്ടൊന്ന് ചെറുതായിട്ട് പൾസ് ചെയ്തെടുക്കാം. അല്ലെങ്കിൽ ഫുഡ് പ്രോസസ്സർ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ ഫുഡ് പ്രോസസ്സിനകത്തിട്ട് നമുക്ക് പ്രോസസ്സ് ചെയ്തെടുക്കാം. ഇതിലേക്ക് 1/2 ടീസ്പൂൺ പെപ്പർ പൗഡർ, 1/4 ടീസ്പൂൺ ചില്ലി പൗഡർ, പാപ്രിക്ക പൗഡർ ഉപയോഗിക്കാം അല്ലെങ്കിൽ കാശ്മീരി ചില്ലി പൗഡർ ഉപയോഗിക്കാം, 1 ടീസ്പൂൺ ഹീപ്പ് ചെയ്ത് ഇഞ്ചി പൊടിയായിട്ട് അരിഞ്ഞത്, 1.5 ടീസ്പൂൺ ഗാർലിക് അല്ലെങ്കിൽ വെളുത്തുള്ളി പൊടിയായിട്ട് അരിഞ്ഞത്, 1-2 ടേബിൾ സ്പൂൺ ഫൈനായിട്ട് ചോപ്പ് ചെയ്ത സവോള, അതേപോലെ തന്നെ 1.5 ടേബിൾ സ്പൂൺ മല്ലിയില പൊടിയായിട്ട് അരിഞ്ഞത്, 1.5 ടീസ്പൂൺ സോയ സോസ്, 1/4 ടീസ്പൂൺ ചില്ലി ഫ്ലേക്സ്. അടുത്തായിട്ട് ബൈൻഡിങ്ങിന് വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് കോൺഫ്ലവർ ചേർക്കണം. ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇത് ഓരോന്നും ചെറിയ ബോൾസ് ആക്കി നമുക്ക് പ്ലേറ്റിലേക്ക് മാറ്റാം. ഈ സൈസിലുള്ള ചെറിയ നാരങ്ങ വലുപ്പത്തിലുള്ള ബോളുകളാക്കി മാറ്റാം. ഇതേപോലെ ബാക്കിയുള്ള മീറ്റ് മിക്സ്ചറും ഇതേപോലെ ഷേപ്പ് ചെയ്തെടുക്കുക. ഒരു 13 നമ്പറാണ് കിട്ടിയേക്കുന്നത്. നമ്മൾ ചെറിയ സൈസാണെങ്കിൽ ഇച്ചിരി നമുക്കൊരു 15 എണ്ണമൊക്കെ കിട്ടും. ഇതിന് അടുത്തായിട്ട് നമുക്ക് ഫ്ലവറിൽ കോട്ട് ചെയ്യണം. മൈദയിലോ അല്ലെങ്കിൽ കോൺഫ്ലവറിലോ കോട്ട് ചെയ്തെടുക്കണം. മീറ്റ് ബോൾസിലെല്ലാം കോട്ട് ചെയ്യാനായിട്ട് 1 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ, 1-2 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ എടുക്കാം. ചെറിയൊരു കോട്ടിങ് മതി. എന്നിട്ട് റോൾ ചെയ്തെടുക്കുക. ഇതേപോലെ എല്ലാ മീറ്റ് ബോൾസും കോട്ട് ചെയ്തെടുക്കുക. എല്ലാ മീറ്റ് ബോൾസും നമ്മൾ കോട്ട് ചെയ്തെടുത്തു. ഇനി ഇത് ഫ്രൈ ചെയ്തെടുക്കുക. ഞാൻ യൂസ് ചെയ്തേക്കുന്നത് സൺഫ്ലവർ ഓയിലാണ്. സൺഫ്ലവർ ഓയിലിൽ ഫ്രൈ ചെയ്തെടുക്കുക. ഫ്രൈ ചെയ്യുമ്പോൾ ഞാനിപ്പോൾ ഹൈ ഫ്ലെയിമിലാണ് ഫ്രൈ ചെയ്തത്. എല്ലാ സൈഡും ഒന്ന് ലൈറ്റ് ബ്രൗൺ ആയി കഴിയുമ്പോൾ ഫ്ലെയിം ഒന്ന് മീഡിയത്തിൽ വെക്കാം, അകത്തേക്കൊന്ന് വേവാനായിട്ട്. ഫ്ലെയിം തീ കുറച്ച് വെച്ചില്ല എങ്കിൽ ചിലപ്പോൾ അകത്തോട്ട് വേവാണ്ട് വരും. അപ്പോൾ അത് ശ്രദ്ധിക്കുക. ഒരു ലൈറ്റ് ഗോൾഡൻ ബ്രൗൺ കോട്ടിങ് വന്നു കഴിയുമ്പോൾ തീ കുറച്ച് വെക്കുക. മീഡിയം ഹീറ്റിൽ ഇതെടുക്കാറായിട്ടുണ്ട്. ബാക്കിയുള്ള മീറ്റ് ബോൾസ് നമുക്ക് ഇതേപോലെ ഫ്രൈ ചെയ്തെടുക്കാം. അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമ്മൾ ഇതിനകത്തൊരു സോസ് പോലെ ഉണ്ടാക്കിയിട്ട് ഈ മീറ്റ് ബോൾസ് ഇട്ട് കോട്ട് ചെയ്താണ് എടുക്കാൻ പോകുന്നത്. അപ്പം അതിന് വേണ്ടിയിട്ട് ഓയിൽ ചൂടാക്കാം.
നമ്മൾ ഫ്രൈ ചെയ്യാനായിട്ട് ഉപയോഗിച്ച ഓയിൽ തന്നെയാണ്. അതിൽ നിന്ന് ഒരു 2 ടീസ്പൂൺ ഓയിൽ ഉപയോഗിക്കാം. കൂടാതെ കുറച്ച് ബട്ടറും കൂടെ ചേർക്കാം. എണ്ണ ചൂടാകുമ്പോൾ അതിലേക്ക് 1/2 ടേബിൾ സ്പൂൺ ഗാർലിക് ഫൈനായിട്ട് ചോപ്പ് ചെയ്ത്, ഗാർലിക് ഇട്ട ശേഷം ഒരു 1/2 ടീസ്പൂൺ ചില്ലി ഫ്ലേക്സ് ചേർക്കാം. തീ കുറച്ച് വെക്കുക, പെട്ടെന്ന് ബേൺഡ് ആവും. 1/2 ടീസ്പൂൺ ചില്ലി പൗഡറും കൂടെ. കാശ്മീരി ചില്ലി പൗഡറാണ് ഉപയോഗിച്ചേക്കുന്നത്. ചില്ലി പൗഡർ ഇട്ട ഉടനെ തന്നെ 2 ടേബിൾ സ്പൂൺ ടൊമാറ്റോ സോസ് ചേർക്കാം. ചില്ലി പൗഡർ ബേൺഡ് ആവാതിരിക്കാൻ ശ്രദ്ധിക്കുക. 1 ടേബിൾ സ്പൂൺ റെഡ് ചില്ലി സോസ്, 1 ടീസ്പൂൺ സോയ സോസ്. ഇതെല്ലാം കൂടെ മിക്സ് ചെയ്യുക. ഇതിനകത്തേക്ക് 1/4 ടീസ്പൂൺ പെപ്പർ പൗഡർ കൂടെ ചേർക്കാം. ഇതിനകത്തേക്ക് കുറച്ച് ഷുഗറും കൂടെ ചേർക്കാം. ഒരു 1/2 ടീസ്പൂൺ ഷുഗർ. ഇപ്പോൾ സോസിനകത്തൊക്കെ ഉപ്പുള്ളത് കൊണ്ട്, ഉപ്പും പുളിയും ഉള്ളതുകൊണ്ട് നമുക്ക് പുളിയും ഉപ്പും നമ്മൾ എക്സ്ട്രാ ആഡ് ചെയ്യുന്നില്ല, പാകത്തിനുണ്ട്. ഇതിനകത്തേക്ക് ഇനി മീറ്റ് ബോൾസ് ആഡ് ചെയ്യാം. എല്ലാം കൂടി ഇട്ട് നന്നായിട്ട് കോട്ട് ചെയ്തെടുക്കുക. ഫ്ലെയിം ഹൈയിലേക്ക് ഇടുകയാണ്. അതിനകത്തേക്ക് നമ്മുടെ ഫ്ലേവർ ബോം മല്ലിയില കുറച്ച് ചേർക്കാം. ഇപ്പം സോസുകൾ മൊത്തം നമ്മുടെ മീറ്റ് ബോൾസിലേക്ക് നന്നായിട്ട് കോട്ടഡ് ആയിട്ടുണ്ട്. ഇപ്പോൾ ഓഫ് ചെയ്യാം. സെർവിങ് ബോളിലേക്ക് മാറ്റാം. അത്ര എളുപ്പമാണ് ചെയ്യാനായിട്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ ലാസ്റ്റ് കുറച്ച് അണിയൻസ്, ഇടയ്ക്കിടയ്ക്ക് ഒരു ബൈറ്റ് കിട്ടാനായിട്ട് കുറച്ച് സവാള ഫൈനായിട്ട് ചോപ്പ് ചെയ്ത് വേണമെങ്കിലും ഇടാം. എൻ്റെ വേർഷനിലുള്ള ഡ്രാഗൺ ചിക്കൻ ബോൾസിൻ്റെ റെസിപ്പിയാണ് ഞാൻ ഷെയർ ചെയ്തത്. ഇത് ടേസ്റ്റ് പറയുകയാണെങ്കിൽ ഇത് ചെറിയൊരു പുളിയും ഇച്ചിരി എരിവും ചെറിയൊരു മധുരമൊക്കെ ആയിട്ട് നല്ലൊരു സോസി ഫ്ലേവറുള്ള ഒരു ചിക്കൻ ബോൾസിൻ്റെ റെസിപ്പിയാണ്. അപ്പോൾ ഇത് നമുക്ക് സ്റ്റാർട്ടറായിട്ട് നമ്മുടെ വീട്ടിലൊരു ഡിന്നർ നടത്തുമ്പോഴൊക്കെ സ്റ്റാർട്ടറായിട്ട് വേണമെങ്കിൽ സെർവ് ചെയ്യാം. അല്ലെങ്കിൽ കുട്ടികൾക്ക് സ്കൂൾ ടിഫിൻ ബോക്സിൽ വേണമെങ്കിൽ കൊടുത്തു വിടാം. നൂഡിൽസിനൊപ്പം വേണമെങ്കിൽ കൊടുക്കാം. അല്ലെങ്കിൽ നമുക്ക് ബ്രെഡിനകത്തൊക്കെ വെച്ച് സാൻഡ്വിച്ച് പോലെ ആക്കി കൊടുക്കാം. ചപ്പാത്തിക്കകത്ത് വെച്ച് റോൾ ചെയ്യാം. അങ്ങനെ പല രീതിയിൽ ചെയ്യാം. കൂടാതെ നമുക്ക് സ്റ്റാർട്ടറായിട്ടോ ഒക്കെ സെർവ് ചെയ്യുകയും ചെയ്യാം. അപ്പോൾ ഇതിന് നമുക്ക് വേറെ ഒരു സോസോ അല്ലെങ്കിൽ ഡിപ്പോ ഒന്നും സെർവ് ചെയ്യേണ്ട ആവശ്യമില്ല. കാരണം നമ്മൾ സോസ് നന്നായിട്ട് കോട്ട് ചെയ്തെടുത്തേക്കുന്നതാണ്. ഈ ഒരു റെസിപ്പി എല്ലാവരും ട്രൈ ഔട്ട് ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കുക. അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ് മൈമാസ് കുക്കിംഗ് ക്ലാസ്.